അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്ലാം. സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹക്കൂടിലേക്ക് ആളുകൾ ചോദ്യങ്ങൾ അയക്കുന്നത് ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടാനും ഒരു സമാധാനം കിട്ടാനും ഒരു വേള മറ്റൊരാളോട് തൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്നൊരു ആശ്വാസം സ്നേഹക്കൂടിലേക്ക് ചോദ്യങ്ങൾ അയക്കുമ്പോൾ സങ്കടങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ കാല എപ്പിസോഡുകൾ നമ്മൾ കേട്ടു നോക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം. അപ്പോൾ മാത്രമല്ല, അതിൽ പണ്ഡിതോചിതമായ ഉത്തരങ്ങളാണ് മറുപടികളായി ലഭിച്ചിട്ടുള്ളത്. അത് മനഃശാസ്ത്രപരമായ ഉത്തരങ്ങളാണ്. അതോടൊപ്പം അത് കൃത്യമായും പ്രാക്ടിക്കലി അത് സംഭവിക്കും, നടക്കും എന്ന് വിശ്വസിക്കാവുന്ന, ഒരാൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് സ്നേഹക്കൂട് ഇതുവരെ നൽകിയിട്ടുള്ളത്. പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ധാരാളം അത്തരം വീഡിയോസും ഷോർട്സും ഒക്കെ അതിൽ അവൈലബിൾ ആണ്. അത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്താൽ അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്താം. സ്നേഹക്കൂടിലേക്ക് ചോദ്യങ്ങൾ നിരന്തരമായി അയക്കാം. പീസ് റേഡിയോ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളതിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ശ്രോതാക്കളോട് പ്രത്യേകം ഉണർത്തുന്നു, നിങ്ങളൊരു പക്ഷേ ഇത് വീഡിയോ ആയിട്ടായിരിക്കും ആദ്യമായി പ്രോഗ്രാം കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി ചോദ്യങ്ങൾ നമുക്ക് അയക്കാവുന്നതാണ്. താജുക്ക, ഇന്ന് കുറച്ചു ചോദ്യങ്ങൾ നമുക്ക് വന്നത്, ഞാനൊരു ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ സഹോദരനും എൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടിയും, രണ്ടുപേർക്കും ചെറിയ വയസ്സാണ്, 20-ൽ താഴെ വയസ്സാണുള്ളത്, തമ്മിൽ പ്രണയത്തിലാണ്. സഹോദരൻ പുറത്താണ് പഠിക്കുന്നത്, അവൾ നാട്ടിലാണ്. മുമ്പ് പലപ്പോഴും ഒന്നിച്ചിരിക്കുന്നത്, അവർ പരസ്പരം ഹഗ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാര്യം ഉമ്മയോട് ഞാൻ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാനതങ്ങ് വിട്ടു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് അവർ പ്രണയത്തിലാണ് എന്നതും ഇത് സീരിയസ് ആണ് എന്നതും. അപ്പോൾ തന്നെ ഉമ്മയെ അറിയിച്ചു. ഉമ്മയിൽ നിന്നും ഉപ്പയും ഇതറിഞ്ഞു. ഇത് നടന്നിട്ട് കുറച്ച് മാസങ്ങളായി. പക്ഷേ ഇന്നും അവർ വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യുകയും വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവൻ നാട്ടിൽ വന്നാൽ അവരൊന്നിച്ച് പുറത്തു പോകുന്നു. ഉപ്പയോട് ഇതൊക്കെ പറഞ്ഞാൽ നിനക്ക് കണ്ണുകടിയാണ്, വേറെ പണിയൊന്നുമില്ലേ എന്ന ഒരു ആക്ഷേപമാണ് എനിക്ക് ലഭിക്കുന്നത്. ഉപ്പ പെട്ടെന്ന് ചൂടാവുന്നൊരു സ്വഭാവമാണുള്ളത്. പലതവണയായി ഞാൻ തന്നെ ഇത് തെറ്റാണെന്ന് അനുജനോട് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ഫലം കാണുന്നില്ല. അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ഒരു 4 കാര്യങ്ങൾ അവർ ചോദിക്കേണ്ടത്, തെറ്റാണ് എന്ന് അനിയനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഉപ്പയല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്? ഉപ്പയോടും ഉമ്മയോടും എങ്ങനെ പ്രതികരിക്കാനാണ് നിങ്ങൾ ആവശ്യപ്പെടുക? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് അതിലൊരു വ്യക്തമാക്കുന്നത് ഇതൊക്കെ ഒരു ബേഡനായി അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന കുട്ടി, മാനസികമായി അവൾ സംഘർഷം അനുഭവിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചെയ്ത കാര്യങ്ങളൊന്നും അത് ഫലവത്തായില്ല. അനിയനോട് പറഞ്ഞത് ശരിയായില്ല. ഉപ്പയോട് സംസാരിച്ചത് ഒരു എതിരായിട്ടാണ് കിട്ടിയത്. അവർ ശരിക്കിപ്പോൾ ഈ വിഷയത്തിലെ നന്മ ആഗ്രഹിച്ച് ഒരു ഉപദേശത്തിന് ചെന്ന ആൾ ഒറ്റപ്പെട്ട അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ കുട്ടി ചെയ്യുക? പെൺകുട്ടിയാണല്ലേ ചോദിച്ചത്? അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ളത് വ്യക്തമല്ല ചോദ്യത്തിൽ. പക്ഷേ ഒരു ശൈലി കണ്ടിട്ട് പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. നമ്മളെ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു എപ്പിസോഡ് കൊണ്ടും തീരാത്തത്ര വിശാലമായ ചർച്ചയ്ക്ക് സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറേ കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഈ കുട്ടി ഒരു ചോദിച്ച ആളൊരു ജ്യേഷ്ഠനാണോ അതൊരു ഇത്താത്തയാണോ എന്നൊരു കൺഫ്യൂഷനുണ്ട്. അതിനിപ്പോൾ വലിയൊരു പ്രസക്തമായ കൺഫ്യൂഷനല്ല. നേരെ മറിച്ച് ഉപ്പ പറയുന്നത് നിനക്ക് കണ്ണുകടിയാണ്. അപ്പോൾ അത് നമ്മൾ ലോകത്തെ എല്ലാത്തരം വെറൈറ്റി ഭാഷകളും മലയാള ലഹജ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഭാഷകളും സംസാരിക്കുന്ന ആളുകൾക്ക് കേൾക്കുന്ന ഒരു സംരംഭമായതുകൊണ്ട് ഈ കണ്ണിക്കടി എന്ന വാക്ക് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. അതൊരു മലപ്പുറം ടച്ചുള്ള വേർഡാണ്. എന്ന് പറഞ്ഞാൽ അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ അസൂയ എന്ന് പറയാം. അപ്പോൾ ഈ വാപ്പ ഇത് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു നോർമൽ ഉള്ളൊരു സംഗതിയല്ല. അവർ ഹഗ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ലൈംഗികതയിൽ അധിഷ്ഠിതമാണ് അവരുടെ ബന്ധം എന്നൊക്കെ മനസ്സിലായിട്ടും അവരെന്തുകൊണ്ടാണ് അങ്ങനെ സീരിയസ് ആയി സ്റ്റെപ്പ് എടുക്കാത്തത്? അത് ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ പുതിയ കാലത്ത് ക്യാമ്പസിൽ നിന്ന് കുറച്ചും കൂടി ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും
കുടുംബങ്ങൾ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്ന പല എക്സാമ്പിളും നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികൾ ഉഷാറായിരിക്കും, മാതാപിതാക്കൾ ഭയങ്കര ലിബറലായിരിക്കും. അപ്പോൾ ഈ യൂറോപ്പിലൊക്കെ സ്വന്തം ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ എതിർ ലിംഗത്തിലുള്ള ഒരാളുമായി ഒരു ബന്ധമോ കൂട്ടുകെട്ടോ ഇല്ലെങ്കിൽ പാരൻസ് ഭയങ്കര അസ്വസ്ഥമാകും, ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കൊരു കാര്യം ക്ലിയറായി പറയാൻ പറ്റും. നിക്കാഹിലൂടെ അല്ലാത്ത യാതൊരു നിലക്കുള്ള ബന്ധവും ഒരു പുരുഷനും ഒരു സ്ത്രീയും ഉണ്ടായിക്കൂടാ. യാതൊരു ബന്ധവും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു വിശേഷം ചോദിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല പറയണത്. മറിച്ച് വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ദാമ്പത്യം, ലൈംഗികത, സ്വകാര്യത ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വിവാഹത്തിലൂടെ അല്ലാതെ, കൃത്യമായ നിക്കാഹിലൂടെ അല്ലാതെ സംഭവിച്ചുകൂടാ. അങ്ങനെ സംഭവിക്കുന്ന എന്തും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം എന്ന അർത്ഥത്തിലാണ് വരിക. നമ്മളെന്തുകൊണ്ട് പ്രണയത്തോട് വിയോജിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതൊന്ന് നമ്പറിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ പടച്ച റബ്ബിൻ്റെ തൃപ്തി ഇതിന് ഇല്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗനിർദ്ദേശവും ഇതിനില്ല എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് സൂറത്ത് മുഅ്മിനൂൻ്റെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി ലൈംഗിക ബന്ധവും സ്വകാര്യതകളും ഒക്കെ എങ്ങനെ ആകണം എന്ന് കൃത്യമായി വിശ്വാസികളുടെ അടയാളമായി പറഞ്ഞിട്ടുണ്ട്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഇന്നഹും ഗൈറു മലൂമീൻ വമൻ ഇബ്തഗാ വറാഅ ദാലിക്. അപ്പോൾ ഭാര്യമാരിലൂടെ അല്ലാത്ത ബന്ധം, ലൈംഗികത, അടുപ്പം, സ്നേഹം അതാരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ ഫൗലായിക്കഹുമുൽ ആദൂൻ അല്ലേ, ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫൗലായിക്കഹുമുൽ ആദൂൻ. അപ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി ഖണ്ഡനം പറഞ്ഞ ഒരു വിഷയമാണെന്ത്? ഒരു മനുഷ്യൻ അയാളുടെ ലൈംഗികത കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് സമൂഹത്തെ അറിയിച്ച് അഅ്ലിനു അന്നിക്കാഹ്, ഇന്ന പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ് എന്നത് സമൂഹത്തിൽ നിങ്ങൾ പബ്ലിക്കായി പറയൂ, സമൂഹത്തെ അറിയിക്കൂ. അൻകിഹുൽ അയാമാ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ അടിമകളെയും അതേപോലെ തന്നെ അല്ലാത്തവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കൂ. ഇതൊക്കെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ലൈംഗിക നിർവഹിക്കുന്നിടത്ത് പടച്ച റബ്ബ് വെച്ചിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് അത് വിവാഹമാണ്. ആ വിവാഹത്തിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് ലൈംഗിക നിർവഹണത്തിന് എന്തു മാർഗം സ്വീകരിച്ചാലും അത് തെറ്റാണെന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളെ പഠിപ്പിച്ചത് ലാ നിക്കാഹ ഇല്ലാ ബി വലിയൻ, വലിയ രക്ഷാധികാരി, വാപ്പ അല്ലെങ്കിൽ വാപ്പാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജ്യേഷ്ഠൻ, ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ വലിയായി വരേണ്ട വ്യക്തി, ആ വലിയായി വരേണ്ട വ്യക്തിയുടെ നേതൃത്വത്തിലല്ലാതെ, ആ കാർമ്മികത്വത്തിലല്ലാതെ, അവരുടെ കൈക്കല്ലാതെ ഉള്ള ഒന്നും പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനും സുന്നത്തൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനും ഒരാണിനും ഈ കാര്യം പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മാതാപിതാക്കളുടെ തൃപ്തി പ്രശ്നം ഭയങ്കരമായി ഉണ്ടാകും. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അപ്പോൾ മാതാപിതാക്കൾ വളരെ പഴയ കാലത്തെ ആൾക്കാരാണ്, ഒരു തന്ത വൈബാണ്, ഇങ്ങനെയൊക്കെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആഗ്രഹവും കാഴ്ചപ്പാടും സമീപനവുമൊക്കെ അവരുടെ അടുത്തിരുന്ന് അവരോട് കൃത്യമായി സംസാരിച്ച് അവരുടെ കൂടി തൃപ്തിയും അവരുടെ കൂടെ സമ്മതം ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതൊരിക്കലും ഒരു കാരണവശാലും സമരം ചെയ്ത് നേടേണ്ടതല്ല. ഞാൻ കൈ മുറിക്കും, റൂമിൽ കയറി വാതിലടക്കും, എനിക്ക് വേറെ വിവാഹങ്ങളൊന്നും വേണ്ടെന്ന് പറയും. അവിടെ ഒന്നും അവരുടെ തൃപ്തി കിട്ടണില്ല. തൃപ്തി എന്ന് പറയുന്നത് ഹൃദയത്തിലുണ്ടാകേണ്ട ഒന്നാണ്. അപ്പോൾ ആ മാതാപിതാക്കളുടെ തൃപ്തി, അതിന് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്ന ആ ഒരു അസ്ലിൻ്റെ കൂടെ ശരിയായി പഠിപ്പിച്ച കാര്യമാണ് എന്ത്? അതേ ശക്തിയോടുകൂടെ വബിൽ വാലിദൈനി ഇഹ്സാന. ഇവിടെ ഖുർആൻ പ്രയോഗിച്ച വാവ്, അതിന് അത്തഫിൻ്റെ വാവ് എന്നാണ് പറയാം. ഈ വാവും വിശുദ്ധ ഖുർആനിലെ ഒരു വാവും ഫാവും ഒന്നും കുറച്ചും വെറുതെ പറയണമല്ല, അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്.
ആദ്യം പറഞ്ഞ ആ വിഷയത്തിൻ്റെ നിങ്ങൾ റബ്ബിനെ ആരാധിക്കണമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതേ ഗൗരവത്തിൽ അതേ ശക്തിയിൽ ഈ കാര്യവും ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം രണ്ടാമത്തെ കാര്യം അതാണ്, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്ത് കടമ ചെയ്ത് ജീവിക്കേണ്ട മക്കൾ അതിലവർക്ക് വീഴ്ച വരുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഇതിൽ പല നിലക്കുള്ള അവിഹിത ബന്ധങ്ങളും സംഭവിക്കും. അത് സംഭാഷണം മുതൽ ലൈംഗിക നിർവഹണം വരെയുള്ളതൊക്കെ പ്രണയവിവാഹത്തിൽ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒറ്റക്കാവുക എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഒറ്റക്കാകാം, ഒരു ചാറ്റ് റൂമിൽ ഒറ്റക്കാകാം, ഒരു ഫോണിൽ ഒറ്റക്കാകാം. ഒറ്റക്കാകലില്ല, ഒരാണും ഒരു പെണ്ണും തമ്മിൽ തനിച്ചാകുന്ന പ്രൈവസി വരുന്നൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിക്കൂടാ. അപ്പോൾ ആ നിലക്കുള്ള കുറേ അധികം കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, നാലാമത്തെ ഒരു കാര്യം, ഒരു സെൽഫ് ഇല്യൂഷൻ എന്ന് പറയണേ. അതായത് എതിർ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് കുറേ വിചാരങ്ങളുണ്ടാകും. പ്രണയത്തിൽ പൊതുവേ ഒരുപാട് ഡ്രീമുകൾ ഉണ്ടാകും. കാരണം രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും തനി സ്വഭാവങ്ങളൊന്നും പുറത്തെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ടുമുട്ടലുകളൊക്കെ ഒരു വ്യക്തിയുടെ എല്ലാ സൽഗുണങ്ങളും പ്രകടമാകുന്ന ഒരിടമായിരിക്കും. അപ്പോൾ ഫിലിമിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ആ പ്രണയത്തിൻ്റെ മഹാലോകം അവരുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു കിടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഡോപ്പമിൻ, ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ധാരാളം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് പാക്ക്ഡ് ആയിരിക്കും, അതൊരു ഫുൾ ഹൈ ലെവലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടുമുട്ടലുകളും കാണുന്നതിനെക്കുറിച്ച് നാളെ വൈകുന്നേരം 4 മണിക്ക് കാണാമല്ലോ എന്ന ചിന്ത പോലും ഒരു സ്വർഗീയ ചിന്തയായിരിക്കും. പിന്നെ പരുക്കുള്ള ജീവിതത്തിൽ രാവും പകലുമൊക്കെ ഒന്നിച്ചൊരുമിച്ച് ജീവിതത്തിൻ്റെ മഴയും വേനലും കാറ്റും ഇടിയും വസന്തവും ഹേമന്തവും ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ തനി സ്വഭാവങ്ങൾ പുറത്തേക്ക് വരൽ തുടങ്ങും. അറിഞ്ഞ് കല്യാണം കഴിക്കുക എന്നാണ് പൊതുവെ പറയാം. അറിയാന്നുള്ളത് വളരെ ചെറിയൊരു ലെവലിലേ സംഭവിക്കലുള്ളൂ. ഇപ്പം നമുക്ക് സ്നേഹക്കൂടിലൊക്കെ തന്നെ വന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പയ്യൻ അവന് BDS പഠിക്കുമ്പോൾ അവന് 4th ഇയറോ 3rd ഇയറൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്നൊരു കുട്ടിയെ അവൻ പ്രണയിച്ചു. ആ കുട്ടി ഒരു സാമ്പത്തികമായി ഭദ്രതയില്ലാത്ത കുടുംബത്തിലെ ആളാണ്. അപ്പോൾ അവൻ അവളുടെ കൂടെ പഠന ചെലവുകളൊക്കെ വഹിച്ചു, അവളെ ശരിക്കും പഠിപ്പിച്ചു. അവൻ MDS കയറി, അവൾ BDS 1 വർഷം കൂടി പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അവൻ്റെ MDS കഴിയും, അവളുടെ BDS കഴിയും, അതോടെ കല്യാണമാകാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ ഒരു വെക്കേഷനിൽ അവൾ കല്യാണം കഴിച്ചു. ഒരൊറ്റ മെസ്സേജ് അയച്ചു, സോറി എനിക്ക് വേറെ നിർവാഹമില്ല, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത്, പിന്നെ ഞാൻ എൻ്റെ പഠനം പൂർത്തിയാവേണ്ടിയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തു നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ സ്വീകരിച്ചത്, അത് കുഴപ്പമില്ല, ഞാൻ ജോലി ചെയ്ത് തിരിച്ചു തരാം. ഒറ്റ വാചകം. അപ്പോൾ ഈ നീണ്ട കൊല്ലം കൊണ്ട് ഇവളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരാളായിരുന്നു ഇവരൊന്നും ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ സെൽഫ് ഇല്യൂഷൻ, സ്വന്തത്തെക്കുറിച്ചിട്ടുള്ള കുറേ വ്യാജമായ ചിന്തകൾ, ഇത് പൊട്ടുമ്പോൾ അതിനാണ് തേപ്പ് എന്ന് പുതിയ കുട്ടികൾ പറയണത്. അവിടെയാണ് എന്ത് ചെയ്യണത്, ഈ ആസിഡിൻ്റെ കുപ്പിയും കൊണ്ട് പബ്ലിക് റോട്ടിൽ പൊതുനിരത്തിൽ അത് മുഖത്തൊഴിക്കാനൊക്കെ ചെല്ലണത്, വെട്ടി നുറുക്കി കഷ്ണാക്കിയിട്ട് ബാഗിലാക്കണതൊക്കെ ഈ ഒരു ചതിയുടെ അളവ് അത്ര വലിയ ലെവലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ തന്നെ ആ അപകടത്തെ കാണണം. അത് അനുഭവിക്കുമ്പോഴായിരിക്കും. ഒരു 100 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഫീലായിരുന്നു എനിക്ക് എന്നാണ് ഒരു ബോയ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ കുറഞ്ഞ സമയം മാത്രം അറേഞ്ച്ഡ് മാരേജിൽ ഒരു ആണും പെണ്ണും തമ്മിൽ കണ്ട് അതിലെങ്ങനെ കല്യാണം ഉറപ്പിക്കുക? ഇത് കുറേ കാലം ഞങ്ങൾ ക്യാമ്പസിൽ ഒരുമിച്ച് പരസ്പരം അറിഞ്ഞ് കല്യാണം കഴിക്കണമല്ലേ നല്ലത് എന്നാണല്ലോ ലവ് മാരേജിനെ പറ്റി ചോദിക്കാറുള്ളത്. ശരിക്ക് ഇത്തരം അക്രമവാസന ഉള്ള ആളുകൾ, ഇപ്പോൾ പല ആളുകളും വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ എന്ന പേടി കാരണത്താൽ വരെ കൊലപാതകം നടത്തിയ ആളുകളുണ്ട്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ കയറി, ലൈബ്രറിയിൽ കയറി, ക്യാമ്പസിൻ്റെ മുറ്റത്തെ മരച്ചുവട്ടിൽ വെച്ചിട്ട് കത്തി കൊണ്ട് കഴുത്തറുത്ത് കൊല ചെയ്ത ആ സംഭവങ്ങൾ വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത്ര വലിയ ക്രൂരനാണ് ഇയാൾ, അയാളുടെ മനസ്സ് ഇത്രമേൽ ദുഷിച്ചതാണെന്നുള്ള ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അടുത്തറിയണില്ല തന്നെയാണ്. അറിയണില്ല എന്ന് മാത്രമല്ല, ഇതിന് വേറൊരു ഭാഗമുണ്ട്. അത് എന്ന് പറയണത് ചിലപ്പോൾ ഈ വ്യക്തി ബേസിക്കലി അങ്ങനത്തെ ഒരാളാവില്ല,
പിന്നീട് അയാൾ കടന്നുപോയ ദിനങ്ങൾ, അതിലെ ഈ ഒരു സെൽഫ് ഇല്യൂഷൻ, ഒരു ഞാൻ എത്തിപ്പെടാൻ പോകുന്നൊരു സ്വപ്നലോകം, ഒരു സ്വർഗരാജ്യം, ഒരു സുവർണ നിമിഷങ്ങൾ, അതിലേക്കുള്ള യാത്രക്കിടയിൽ എതിർചേരിയിലുള്ള ആൾ ചതിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മെൻ്റൽ ട്രോമ, മാനസിക ദുരന്തം, അല്ലെങ്കിൽ ഡിപ്രഷൻ, വിഷാദം, ഇതൊക്കെയാണ് ഈ വ്യക്തിനെ കൊണ്ട് എന്ത് ചെയ്യണത്, ഇയാളുടെ സമനില തെറ്റാണ് അവിടെ. അപ്പോഴാണ് ഈ അറുക്കലും കുത്തലൊക്കെ സംഭവിക്കുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു വലിയ അപകടമുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം, പ്രണയം എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തെ വരെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒന്നാണ്. അതായത് ലാബിൽ ഒന്നിച്ച് കുറേ കാലം ഇടപെട്ട ഒരു പയ്യൻ അവനായിട്ട് ഇഷ്ടത്തിലായി. പിന്നെ അവൻ്റെ ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല. അതിപ്പോൾ ഈ റോമാ സാമ്രാജ്യവുമായി യുദ്ധത്തിന് പോയ ഒരു പോരാളി, അയാളൊരു ക്രൈസ്തവ സമൂഹത്തിലൊരു സ്ത്രീയെ കാണുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിലൊരു ചെറിയൊരു ഇത് വന്നത്, ക്രൈസ്തവ സമൂഹത്തിലൊരു സ്ത്രീയെ എനിക്ക് കല്യാണം കഴിക്കാമല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിന്നെ എനിക്ക് എങ്ങനെ കിട്ടും, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. കോട്ടയുടെ മുകളിൽ നിൽക്കുന്ന ആ പെണ്ണിനോട് താഴത്തുനിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അൻത തനസ്സറ വ അൻത സഅദ ഇലയ്യ, നിങ്ങൾ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ കിട്ടും. അങ്ങനെ അയാൾ പോയി. അയാൾ പോയപ്പം അയാൾ ജിഹാദിന് പോയ ആളാണ്. അയാൾ കോട്ട പ്രതിരോധിക്കാൻ പോയ ആളാണ്. അയാൾക്കാണ് ഈ ഒരു അബദ്ധം പറ്റുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പരിരക്ഷ പോലും ഇല്ലാതെ, അതുണ്ടെങ്കിൽ തന്നെ ഈ മനസ്സുറക്കാത്ത പ്രായത്തിൽ 1.5 മണിക്കൂർ ചൊല്ലിപ്പഠിച്ച എന്തൊക്കെയോ ആണ് നമ്മളെ കുട്ടികൾക്ക് ആകെയുള്ള ആത്മീയ സുരക്ഷ എന്ന് പറയുന്നത്. അതന്നെ ഇപ്പോൾ കുറച്ച് കൊണ്ടൊന്ന് ഓൺലൈനും പിന്നെ ഓഫ്ലൈനൊക്കെ ആയി മാറണേ, മദ്രസന്നോട് ഓഫായി പോണേ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു വീഴ്ച പറ്റിയെങ്കിൽ നമുക്ക് പറ്റാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയിന ഖുർആനുക്ക്, അയിന സൊലാത്തുക്ക്, അയിന സിയാമുക്ക്, അയിന ജിഹാദുക്ക്, നിൻ്റെ ഖുർആൻ എവിടെ, നിൻ്റെ നോമ്പെവിടെ, നീ വലിയ സംഭവമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉത്തരം, ഉൻസീത്തുൽ ഖുർആന, ഞാൻ ഖുർആൻ പൂർണ്ണമായി ഞാൻ മറന്നുപോയി, എൻ്റെ ഉള്ളിൽ നിന്ന് അത് എടുത്തു മാറ്റപ്പെട്ടു. ഞാനിപ്പോൾ ആകെ ഓർക്കുന്നത് ഫാത്തിഹ മറന്നു, എല്ലാം മറന്നു. റുബ്ബമായ വദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ, അവിശ്വാസികൾ ഞങ്ങൾ മുസ്ലിങ്ങളായെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പക്ഷെ അവർക്കതിന് കഴിയൂല എന്നുള്ള ഒറ്റ ആയത്ത് മാത്രമാണ് ഞാനിപ്പോൾ ഓർക്കണത് എന്നാണ്. അപ്പോൾ ആ നിലക്ക് വിശ്വാസവും സംസ്കാരവും ഭാഷയും ജാതിയും എല്ലാം മറികടന്ന്, അതുകൊണ്ടാണ് അങ്ങ് ജപ്പാനിൽ നിന്നൊരു സ്ത്രീ ഇവിടെ ഉള്ള ഏതോ അടക്കാക്കുണ്ടിലെ ഒരു പയ്യൻ അവനായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ബന്ധത്തിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരുന്നത്. പ്രണയത്തിന് അങ്ങനത്തെ വലിയൊരു ഇതുണ്ട്. ആ ഒരു കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ ആ നിലക്കും ഇത് അപകടകരമാണ്. മറ്റൊന്ന്, മഹർ, നിക്കാഹ് അടക്കമുള്ള എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും ഇത് അട്ടിമറിക്കുകയാണ്. ഒരു പെണ്ണിനെ ഒരാൾ സ്പർശിക്കണമെങ്കിൽ കൃത്യമായ മഹർ നിശ്ചയിക്കണം, അതോടൊപ്പം നിക്കാഹ് നടക്കണം. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തൊടുന്നത്, അതെ, അവൻ അനുവദിക്കപ്പെടാത്തൊരു സ്ത്രീയെ അവൻ തൊടുന്നതിലേറെ നല്ലത് തലയിൽ ഒരാണിയോ ഒരു സൂചിയൊക്കെ അടിച്ച് കയറ്റലാണെന്നാണ്. അപ്പോൾ അത്ര ശക്തമാണ് ഇസ്ലാമിൻ്റെ പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ്റെ എല്ലാ അതിരുകളും എന്ത് ചെയ്യുന്നു, അതിർക്കല്ലുകളും ഊരിയെടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പ്രണയം. അപ്പോൾ പിന്നെ അവിടെ ഒന്നുമില്ല, വളരെ ഫ്രീ ആയിട്ട് സ്വന്തം ജീവിതം ആണും പെണ്ണും പരസ്പരം തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പറയണത് എത്രാമത്തെ പോയിൻ്റ് ആയിരിക്കും, 7-മത്തെ 8-മത്തെയോ? ഒന്നാമത് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഇതിലില്ല, 2 മാതാപിതാക്കളുടെ ഇഷ്ടം ഇതിലില്ല, 3 ഇതിലൊരു സെൽഫ് ഇല്യൂഷനാണ്, കുറേ ഭാവനകളുടെ ലോകമാണ് നടക്കുന്നത്. 4-മത് നമ്മൾ പറഞ്ഞത് മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ എല്ലാ അതിർത്തികളും മായിച്ച് ദീനിൻ്റെ തന്നെ ഒന്നും പരിഗണിക്കാത്തൊരു തലത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. 5-മത് നമ്മൾ പറഞ്ഞത് മഹറിൻ്റെ കാര്യമാണ്. ഇനി 6-മത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ ഇത് തകർക്കും എന്നതാണ്. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു വലിയ സംഭവത്തിലുണ്ട്. ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ ജീവിച്ചൊരു കുട്ടി, അവളൊന്നുമല്ലാതെ പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. കുടുംബത്തിലെ ബാക്കി മുഴുവൻ ആളുകളെയും അത് ഒളിച്ചോടിപ്പോയ ഒരു കുടുംബമാണ്.
എന്നുള്ള ബാക്കി അനിയത്തിമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ വളരെ ദുഷ്കരമായൊരു സാഹചര്യം ഇത് സൃഷ്ടിക്കും എന്നതാണ്. മറ്റൊരു കാര്യം, 8ാമത്തെ ഒരു പോയിൻ്റ് സ്നേഹത്തിൻ്റെ താൽക്കാലികതയാണ്. സ്നേഹത്തിൻ്റെ ഒരു താൽക്കാലികത എന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രണയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. ആദ്യം തോന്നുന്നത് അട്രാക്ഷനാണ്. ഒരു പെൺകുട്ടി അവിടുന്ന് ഇങ്ങനെ നടന്നു വരുന്നു, ഒരാൺകുട്ടി ഇവിടുന്ന് അങ്ങനെ ഒരു വരാന്തിയിലൂടെ അങ്ങനെ നടന്നു വരുന്നത് ശ്രോതാക്കളിങ്ങനെ മനസ്സിൽ കാണുക. പെട്ടെന്ന് അവളങ്ങനെ കാണുമ്പോൾ ഹായ് നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ, ഷെയ്ത്താൻ ആദ്യത്തെ പണിയെടുത്തു. അപ്പോൾ അവൾക്കും തോന്നി നല്ലൊരു ചെക്കനാണല്ലോ എൻ്റെ. അപ്പോൾ രണ്ടാളും ഒന്ന് നോക്കി, കണ്ണുടക്കി. അടുത്ത ദിവസം വീണ്ടും അവിടെ വെച്ച് കണ്ടു, അപ്പോൾ ഒന്ന് നിന്ന് നോക്കി. അടുത്ത ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കി. അടുത്ത ദിവസം എന്താ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അട്രാക്ഷൻ സംഭവിക്കുകയാണ്. അട്രാക്ഷൻ സംഭവിച്ച് പിന്നീട് ഇങ്ങനെ ഈ അവരെ അട്രാക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര തമാശകളായിരിക്കും. അട്രാക്ഷൻ എന്ന് പറയുന്നത് പല പല സംഭവങ്ങൾ അട്രാക്ഷനിൽ വരും. ഞാനൊരു 10-30 അവിടെ 30ഓളം പോയിന്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാം കൂടി പറയാനുള്ള സമയമല്ല, ഞാൻ ജസ്റ്റ് നമുക്ക് വേറൊരു എപ്പിസോഡിൽ അത് പറയാം. അത് ഞാൻ എടുത്തത് 3 നിലക്കാണ്. ഒന്ന് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, 2 നമ്മുടെ ചില വായനകൾ, 3 നമ്മുടെ സുഹൃത്ത് വലയത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്ന സുഹൃത്തുക്കളായിട്ടൊക്കെ ഉള്ള പല സന്ദർഭങ്ങളിലും അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അതൊക്കെ വെച്ചിട്ട് ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ട് അവർ പ്രണയത്തിലാവുമ്പോൾ ഭയങ്കരമായ പഠനം നടന്നിട്ടൊന്നുമല്ല. ഒരു കുട്ടീൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ എന്താ അറിയോ, നിനക്ക് എന്താണ് അട്രാക്ഷനാണ് ഒന്നാമത്തെ കാര്യം, നിനക്ക് അവനിൽ അട്രാക്ഷനായത് എന്താണ്? പറഞ്ഞു അവൻ്റെ സ്വഭാവമാണ് എനിക്ക് അട്രാക്ഷനായത്. അതെങ്ങനെ സ്വഭാവ അട്രാക്ഷനാണത്? അതൊക്കെ പിന്നെയാണ്. നീ ആദ്യം അവനെ കാണുന്ന സമയത്ത് സ്വഭാവമല്ലല്ലോ. ഈ മാത്രമല്ല, ഈ സ്വഭാവം എന്ന് പറയുന്നത് ഫേക്കാണ്. അവനോട് എന്നേ വരെ അവൻ ദേഷ്യം പിടിച്ചിട്ടില്ല. നീ അങ്ങോട്ട് ദേഷ്യം പിടിച്ചപ്പോഴും അവൻ ഭയങ്കര മാന്യമായിട്ടാണ് പെരുമാറിയ, അല്ലേ? അതെ, 98% കേസിലും അങ്ങനെ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരാൾ ഭയങ്കര കലിപ്പിൻ്റെ കാന്താരിയാണെങ്കിൽ ഈ കുട്ടികൾക്കുള്ളൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഓരോ ഫിലിമുകളിലുണ്ടാവും ഇങ്ങനത്തെ ഓരോ ആൾക്കാർ. ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ ഒരു ഫിലിമിലുണ്ട്, അവന് ഭയങ്കര ദേഷ്യക്കാരനാണ്. പിന്നെ ഏതൊരു ഒരു ഹീറോയിൻ ഉണ്ട്, അവരുടെ പേര് പറഞ്ഞു. അവരാണ് എന്ത് ചെയ്തത്, അവനെ പറഞ്ഞ് നേരാക്കി എടുത്തത്. അതുകൊണ്ട് എനിക്ക് നേരാക്കി എടുക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ സ്വഭാവമല്ല, ഒന്നുകൂടി നീ സൂക്ഷ്മമായി നോക്കുന്ന പറഞ്ഞപ്പോൾ അവളിങ്ങനെ പരിശോധിച്ച് അവസാനം പറഞ്ഞ എന്താ അറിയോ, അതായത് അവൾക്ക് നമ്മളെ മുന്നിൽ ഇതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള മൈൻഡ് സെറ്റൊക്കെ അവളെത്തിയപ്പോൾ പറഞ്ഞത്, എനിക്ക് ഫസ്റ്റ് അയാളുടെ നെറ്റിയിലൂടെ അങ്ങനെ കണ്ണിലേക്ക് തൂങ്ങി നിൽക്കുന്ന മുടിയാണ് ഇഷ്ടമായത്. കാരണം അവൻ്റെ കളറോ അവൻ്റെ ഫേസിൻ്റെ ഷേപ്പോ ഒന്നും അങ്ങനെ ഒരു അട്രാക്റ്റീവ് അല്ല. ഞാൻ എൻ്റെ ഒരു വീക്ഷണം പറയാണ്. ഈ കുട്ടി നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്, കാഴ്ചക്കൊക്കെ കുറച്ച് ഭംഗിയുള്ളൊരു മോളാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ആ നിലക്ക് നമ്മളിപ്പോൾ നോക്കുമ്പോൾ എന്തേ ഈ കുട്ടിക്ക് പറ്റിയെന്ന് ആരും ചിന്തിക്കുന്ന ടൈപ്പാണ്. ഞാനൊരു ബോഡി ഷേമിങ് ഒന്നുമല്ല, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ പ്രണയങ്ങൾ പലതും അങ്ങനെയാണ്. ചിലത് ശബ്ദമാണ്, ചിലത് മൂക്കാണ് ചില ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു പ്രഭാഷകൻ അദ്ദേഹം പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഒരു കുട്ടി എന്നും വരുന്ന വഴിയിൽ ഒരു നിലക്കും ആ കുട്ടിക്ക് മാച്ച് അല്ലാത്തൊരു പയ്യൻ എന്നും പിന്നാലെ വരും. ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ ഇങ്ങനെ വരും, ഒന്നും മിണ്ടൂല. എന്നും അവൾ ബസ് കയറും, അവൻ തിരിച്ചു പോകും. ഇതൊരു 6 മാസം തുടർന്നു. അപ്പോൾ അവൾ ഉമ്മാനോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനെ എന്നും ഇങ്ങനെ കാണാം, അയാൾ അങ്ങോട്ടോ പോകാൻ തോന്നുന്നുണ്ട്. പിന്നെ അവൾക്ക് മനസ്സിലായി എവിടേക്കും പോകുമെന്നല്ല, അയാൾ എന്നെ ഫോളോ ചെയ്യാണ്. പെട്ടെന്ന് 6 മാസത്തിൻ്റെ ശേഷം ഒരു ദിവസം കാണാതായി, കാണില്ല. അപ്പോൾ ഉള്ളിൽ ഇയാളിപ്പോൾ എവിടെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത ദിവസം കണ്ടപ്പോൾ ചോദിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ ചോദിച്ചു, കാണില്ലല്ലോ ഇപ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ പ്രശ്നം അവന് ഇവളോട് തുടങ്ങിക്കിട്ടാനുള്ള പ്രശ്നമായിരുന്നു. അപ്പം മൗനമായ 6 മാസത്തെ നടത്തമാണ് അവളുടെ അട്രാക്ഷൻ, വേറൊന്നുമല്ല. ഈ കുട്ടികൾ വളരെ ഫേക്കാണ് പറയണത്. അവൻ്റെ സ്വഭാവമാണ്, അവളുടെ സൗന്ദര്യമാണ്, ഒന്നുമല്ല. ഈവൻ അവളുടെ സൗന്ദര്യം പോലും ആവില്ല. അതിനെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വേറെന്തോ ഒരു പോയിൻ്റ് ഉണ്ടാവും. എന്താണ്, രണ്ടാളും കുറച്ച് സമയം ഒന്നിച്ച് ലാബിൽ ഉണ്ടായി എന്നുള്ളതായിരിക്കും. ഒരാണിനും ഒരു പെണ്ണിനും, ആണും പെണ്ണും ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജൈവികമായ സാധനമുണ്ട്. അത് അത്ര സൗന്ദര്യം ഇല്ലാത്ത ഒരാളാണെങ്കിലും ചിലപ്പോൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരാണിന് പെണ്ണായാൽ മതി, ഒരു പെണ്ണിന് ആണ് മാത്രമായാലൊന്നും പോരാ. എൻ്റെ നിരീക്ഷണം ഞാൻ പറയണത്.
ഒരാണിന് പെണ്ണായ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ രാത്രി നമ്മളൊരു 11 മണിൻ്റെയും രാവിലെ സുബൈൻ്റെ ഇടയിലുള്ള ഏത് സമയത്ത് ഇതിലെ പാസ് ചെയ്യണമെങ്കിലും ആ റോട്ടിൽ കുറേ സ്ത്രീകളെ കാണാം. വലിയ വലിയ കാറിലെ ആളുകൾ വന്നിട്ട് എടുത്തുകൊണ്ടുപോകുക. എന്താ കാര്യം? പെണ്ണായ മതി, അല്ലെങ്കിൽ പെണ്ണിൻ്റെ രൂപമായാൽ മതി. അപ്പോൾ പുരുഷൻ്റെ ലൈംഗികതയ്ക്ക് അത്ര വേണ്ടുള്ളൂ. നമ്മളെ കുട്ടികൾ, പെൺകുട്ടികൾ ഇത് തിരിച്ചറിയണം. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് അട്രാക്ഷനാണ്. ആ അട്രാക്ഷനിലേക്ക് എത്തുന്നത് വളരെ നൈമിഷികമായ കാര്യങ്ങളാണ്. ഈ അട്രാക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഇൻഫാച്വേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് അതിലിങ്ങോട്ട് ആ അട്രാക്ഷൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിലിങ്ങനെ ഇരുന്നിട്ട് സ്വപ്നം കാണുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഒരു ലെവലാണത്. ആ ലെവലാണ് ഇതിൻ്റെ ഏറ്റവും സാഹസികമായ ലെവല്. ആ ലെവലിലാണ് എന്ത് ചെയ്യണത്? പ്രണയം ശരിക്കും വിരിയണത്. അവിടെ ഭയങ്കര സംഘർഷങ്ങളുണ്ടാവും, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത. പിന്നെ അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പൊക്കെ കിടക്കും. സ്റ്റെപ്പ് അട്രാക്ഷനിൽ നിന്ന് ഇൻഫാക്ച്വേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇനീഷ്യേഷനിലേക്ക് പോകും. രണ്ടിലൊരാൾ ആ പ്രണയം സാക്ഷാത്കരിക്കാനുള്ള ഇടപെടലുകൾ തുടങ്ങും. അവിടെയാണ് സംസാരിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങണത്. അത് സംഭവിപ്പിക്കണമല്ലോ. അപ്പോൾ ഇൻട്രാക്ഷൻ സംഭവിക്കും. വർത്തമാനം പറഞ്ഞു തുടങ്ങും, നേരിട്ട് പോകണം, ഒക്കെ പാർക്ക് പോകും, അങ്ങനെ പല സ്റ്റെപ്പൊക്കെ പോകും. അത് കഴിയുമ്പോൾ അതൊരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് എത്തും. അറ്റാച്ച്മെൻറ്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം തുറന്ന് സംസാരിക്കണേ, രണ്ടുപേരും ഞങ്ങൾ അറിഞ്ഞു തുടങ്ങി എന്നൊക്കെ ഉള്ള ഒരവസ്ഥയ്ക്ക് എത്തും. അത് ഇൻറ്റിമസിക്ക് എത്തും. ആ ഇൻറ്റിമസിയാണ് പിന്നീട് അവരെ എന്തുക്കും ഏതും എൻ്റെ ശരീരത്തിൽ അയാൾക്ക് എവിടെയും തൊടാം, സ്പർശിക്കാം, വേണമെങ്കിൽ അയാൾക്ക് സെക്സ് ചെയ്യാം എന്നുള്ളിടത്തൊക്കെ എത്തുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് എത്തുക. സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് ഇത് പൊട്ടിത്തുടങ്ങുന്ന സമയമാണ്. ഇവർ രണ്ടാളും ഇടപെട്ട് ഈ ഡോപ്പമിനൊക്കെ നന്നായി ഉണ്ടായത്, ഡോപ്പമിൻ ഫ്രീ ആകാനുള്ള വഴി എന്ന് പറയുന്നത് സെക്സ് നടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെക്സ് ഹാഫ് സെക്സ് ഇൻ്റർകോഴ്സസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കാര്യങ്ങൾ നടന്നാലും എന്തു ചെയ്യും? ഈ സംഭവം ഫ്രീ ആകും. തലച്ചോറിൻ്റെ ഉള്ളിലെ ഡോപ്പമിൻ ആ കാര്യങ്ങൾ ഫ്രീ ആകുമെന്നാണ് ഈ വിഷയങ്ങൾ പഠിച്ച ആളുകളെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം മടുപ്പ് വന്നു തുടങ്ങും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ്. ഈ 5 സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ആ ഇനീഷ്യേഷൻ സ്ട്രോങ് ആകുമ്പോഴാണ് അത് കല്യാണത്തേക്കൊക്കെ പോകുന്നത്. കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ വരുന്നതുകൊണ്ടാണ്. വളരെ നൈമിഷികമായ കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യണത്? പ്രണയങ്ങൾ വിരിയുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ അതിന് പ്രശ്നമുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു താൽക്കാലികത അവിടെ ഉണ്ട്. അതാണ് നമ്മൾ 8ാമത്തത് പറഞ്ഞത്. 9ാമത്തത് വളർച്ചയില്ലാത്ത മാനസികാവസ്ഥയിൽ എടുക്കുന്ന തീരുമാനമാണ്. പ്രത്യേകിച്ച് ടീനേജ് എന്നൊക്കെ പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സാധനം ഒട്ടും ഇല്ലാത്ത സമയമാണ്. അഥവാ നമ്മളിപ്പോൾ ഒരു കുട്ടിയൊക്കെ മനസ്സിലാകാൻ വേണ്ടി പറയാം, ഒരു 3 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടി, ആ കുട്ടിയെ കത്തി എടുക്കുമ്പോൾ ആ കത്തി നമ്മൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കത്തിയുടെ അപകടം തിരിച്ചറിയാനുള്ളൊരു ഫീച്ചർ, അതിനുള്ളൊരു സംവിധാനം അവൻ്റെ തലൻ്റെ ഉള്ളിലില്ല എന്ന് പറയണ പോലെ ടീനേജുകാരൻ്റെ തലൻ്റെ ഉള്ളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്? എക്സാമ്പിൾ പറഞ്ഞാൽ ഇതൊരു കെട്ടിടമാണെന്ന് വിചാരിക്കുക, നിങ്ങളെ മുന്നിലുള്ളതും ഒരു കെട്ടിടമാണെന്ന് വിചാരിക്കുക, അമയിക്കുക. അപ്പം ഇവിടെ ഒരു ടീനേജർ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തുകൊണ്ട് ചാടാൻ പറ്റില്ല, ആ ചാടിയാൽ അതിലൂടെ എന്തൊക്കെ അപകടങ്ങൾ വരും എന്ന ചിന്ത എല്ലാവനുണ്ടാകുക. എങ്ങനെ ചാടാൻ പറ്റും? ചാടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അപ്പോൾ അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നും തിരിച്ചറിയാനുള്ള ഒരവസ്ഥ അവർക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അപകടകരമായ റീൽ എടുക്കുന്ന ഇതിലൊരു 45 വയസ്സുകാരനെ കാണൂല. ഒരു ടീനേജ് പിന്നിട്ട് ഒരു കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരാളെന്ത് ചെയ്യൂല, കാണൂല. ഭയങ്കര അഡ്വഞ്ചർ ചാട്ടങ്ങൾ ഇതിലൊന്നും കാണൂല കുറച്ച് പ്രായമുള്ള. കാരണം ആ ഒരു സമയമാകുമ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിൽ ആ ഒരു ഫീച്ചർ സെറ്റായിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ തന്തവേബ് എന്ന് വിളിക്കുന്നത്. വിവേകം വന്നു തുടങ്ങുന്ന പ്രായത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? തന്തവേബ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ എല്ലാ കച്ചറികളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ കാണാൻ ഒരു ഭയങ്കര സംഭവമായിട്ട് ആണ്. അതെന്താ? തലച്ചോറിൽ ആ സംഭവം അപ്പോൾ വരുന്നുള്ളൂ. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ടീനേജിൽ അപ്പോൾ ആ കുട്ടി കത്തി എടുക്കുമ്പോൾ ഓടിച്ചെന്ന് രക്ഷിതാക്കൾ പിടിക്കണ പോലെ ഈ ടീനേജിലൊക്കെ ഈ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും ടീച്ചേഴ്സിൻ്റെ, അങ്ങനെയൊക്കെയുള്ള. അത് വളരെ മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ അതൊരു ആൻറ്റി മൈൻഡ് ഉണ്ടാവില്ല. നോ പറയണതൊരു വൃത്തിക്ക്. ആ കുട്ടിയോട് നോ പറയണത് എങ്ങനെയാണ്? എടാ നമുക്ക് കത്തിയെടുത്ത് നടക്കുക എന്ന് ചോദിക്കൂലല്ലോ. ഇല്ല.
2 വയസ്സായ കുട്ടീനോട് ആനെ ഞാൻ കാണിച്ചാറാ അങ്ങനെ വയ്ക്കൂല, ഭയങ്കര ഒരു വേറെ ലാംഗ്വേജിലാണ് ഇടപെടുക. ഇതേപോലെ ടീനേജുകാരന് ആ പ്രായത്തിൽ വേണ്ട ഒരു ഭാഷ ഉണ്ട്. ആ ഭാഷയിൽ ഈ കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യും? അവനും സെറ്റാവും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താണ്, വളർച്ചാ പ്രായം ഭയങ്കര പ്രശ്നമാണ്. ടീനേജിലൊക്കെയാണ് മിക്കവാറും പ്രണയങ്ങൾ എന്ത് ചെയ്യുക, വിരിയുക. അതാണ് പരിരക്ഷിക്കപ്പെടുന്നത്, അതാണ് മുകളിലേക്ക് പോണത്. അപ്പോൾ ആ നിലക്കും ഇതിൽ പ്രശ്നമുണ്ട്. മറ്റൊരു കാര്യം, ഇത് സോഷ്യൽ മീഡിയയാണ് ഇതിൻ്റെ 10ാമത്തെ ഒരു കാര്യം. സോഷ്യൽ മീഡിയയും ഓൺലൈൻ ലോകമാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. അത് തികച്ചും നൈമിഷികമാണ്, മായികമാണ്, മാർക്കറ്റിൻ്റെ ഭാഗമാണ്, കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമാണ്, ഫ്രീ സെക്സിൻ്റെ ഭാഗമാണ്. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടും അതെന്തല്ല, സുരക്ഷിതം അല്ല. ഇനി ഒരുപാട് കാരണങ്ങൾ പറയാം. ഒറ്റ കാര്യം കൂടി, ഒരു വ്യക്തിക്ക് ഷൂറൊക്കെയുള്ള ചാൻസ് അവിടെ അല്ല പ്രണയത്തിൽ. ഇതിലൂടെ കടന്നുപോയി കുറേ ഘട്ടങ്ങൾ പിന്നിട്ടതിൻ്റെ ശേഷം എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോഴേ പിന്നെ തിരിഞ്ഞോക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണുള്ളൂ, തിരിഞ്ഞോക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു പെണ്ണിനോ ഒരാണിനോ ഒരാളെ പോയി കണ്ടാൽ, അറേഞ്ച്ഡ് മാരേജിൽ ഒരാളെ പോയി കണ്ടാൽ, കാണുന്നതിൻ്റെ മുമ്പ് ശരിക്കും കാണൽ തന്നെ ഒരുപാട് അന്വേഷണത്തിൻ്റെ ശേഷം നടക്കേണ്ട ഒന്നാണ്. അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആണാകട്ടെ പെണ്ണാകട്ടെ ഹോസ്റ്റലിൽ എങ്ങനെ, വീട്ടിലെങ്ങനെ, ഫ്രണ്ട്ഷിപ്പ് ആരോടൊക്കെയാണ്, എന്തൊക്കെയാണ് അവസ്ഥകൾ, കരിയർ എങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും അയാളോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും, ശരിക്കും ആഴത്തിൽ അറിയാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ നാട്ടിൽ ദുബൈയിൽ നിന്ന് പാറി വരിക, 12-ാം തീയതി വരിക, 13-ാം തീയതി കാണുക, 14-ാം തീയതി കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുക, 15-ാം തീയതി കല്യാണം കഴിക്കുക, 16-ാം തീയതി ഹണിമൂൺ ട്രിപ്പിന് പോവുക, 17-ാം തീയതി പറക്കുക. ഈ പരിപാടി പറ്റൂല. അപ്പോൾ ആദ്യം ശരിക്ക് നീളം, ഉയരം, വണ്ണം, ഇതൊക്കെ എല്ലാതും ഇപ്പോൾ ഒന്നൊരു ടെക്സ്റ്റ് നോക്കിയാൽ കിട്ടും. അത് പരിശോധിക്കാനല്ല. പിന്നുള്ളതാ പെരുമാറ്റം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അയൽപക്കത്ത് ചോദിക്കാം. ഒക്കെ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഓക്കെയാണ്, ഇതൊക്കെ പക്കയാണ്. ഇനി കണ്ടൊന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ കണ്ടുറപ്പ് വരുത്താൻ വേണ്ടി ചെല്ലുന്നു. യെസ്, അപ്പോൾ നമുക്കുള്ള കൺസേൺസ് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രീതി, നിൻ്റെ രീതി എന്താണ്? അത് രണ്ടാൾക്കും ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി. പിന്നെ ചില വിഷയങ്ങളിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, അപ്പോൾ അവിടെ ഒരു ഇസ്തിഖാറത്തിന് സാധ്യത ഉണ്ട്. പ്രണയത്തിൽ എന്ത് ഇസ്തിഖാർത്ത? ഒരു ഹറാമായ കാര്യത്തിന് ഇസ്തിഖാർത്തില്ലല്ലോ. ഇപ്പോൾ ഒരു പെൺകുട്ടി, ഇപ്പോൾ അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഓനെ പ്രണയിക്കണോ വേണ്ടയോ, അതിന് ഇസ്തിഖാർത്ത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാരണം അനിയനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. പിന്നെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനത്തെ ഒരുപാട് ഷെയറിങ്ങും കാര്യങ്ങളും സംഗതികളൊക്കെ നടന്നാൽ പിന്നെ വിവാഹത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യ രാത്രി ഒരുപാടുകളൊക്കെ ഒന്നോ പറഞ്ഞു തീർന്നിന്. പിന്നെ അവിടെ ഒരു ഫ്രീ സ്പേസാണ്, അവിടെ ഒരു ചടപ്പും മടുപ്പും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുക അവിടെ വരിക. അപ്പോൾ അതാണ് ആ ഒരു പോയിന്റിലുള്ളത്. പിന്നെ ആ കുട്ടി എന്തോ ഒരു അഡീഷണൽ ഒന്നാമത്തെ ചോദ്യത്തോടാണ് നമ്മൾ പ്രതികരിച്ചത്. അതെ, രണ്ടാമത്തത് ഈ ഉപ്പ ഇങ്ങനെയാണ് പ്രതികരിക്കണത്, അത് നിന്റെ കണ്ണുകടിയാണെന്നാണ് പറയുന്നത്. ഉപ്പയല്ലേ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത് അവനെ ശരിയാക്കി എടുക്കേണ്ടത് എന്നാണ് ചോദ്യം. ആണ്. അപ്പോൾ ആ ഉപ്പാൻ്റെ ലൈൻ എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ഈ കുട്ടി അത് പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. അതല്ലെങ്കിൽ വാപ്പ ഒരു തന്ത്രപരമായി അവൾ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അവൻ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കലാണ് നല്ലത്, ഞാൻ വേറെ തന്നെ ചെയ്തോളാം എന്നുള്ളതിൽക്കാണോ എന്ന് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വാപ്പ ദയ്യൂസ് ആകാൻ പാടില്ല. ദയ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഖിറുഫി അഹ്ലിഹൽ ഖബസ്, വീട്ടിൽ തിന്മക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് കൂട്ടിക്കൊടുപ്പുകാരൻ, ദയ്യൂസ്. അതാകാൻ പാടില്ല. അത് വളരെ കുറ്റകരമാണ്. ദയ്യൂസ് സ്വർഗത്തിലല്ല, നരകത്തിലാണ്. അത് വാപ്പയാണെങ്കിലും വേണമെങ്കിലും ഒന്നും ഇത് അവഗണിക്കേണ്ടതൊന്നല്ല, വളരെ ഗൗരവത്തിൽ കണിശമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ വിഷയം, ഉപ്പയോടും ഉമ്മയോടും ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുക. അത് നമുക്ക് നിങ്ങളെ അറിയില്ല, ഒന്ന് വാപ്പാനും ഉമ്മാനെയും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക്കായി കൃത്യമായി നിങ്ങളിങ്ങനെ ഇടപെടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു തിന്മ കണ്ടാൽ മൻ റഅ മിൻകും മുൻകറൻ ഫലിയുഗയ്യിറുഹു ബിയദിഹി, തിന്മ കണ്ടാൽ അത് കൈകൊണ്ടാണ് തടയേണ്ടത് ആദ്യം. അത് ഫഇല്ലം യസ്തത്യ, ആ വ്യക്തിക്ക് തടയേണ്ട വ്യക്തിക്ക് അതിന് സാധിക്കില്ലെങ്കിൽ ഫബിലിസാനിഹി, നാവുകൊണ്ടാണ് തടയേണ്ടത്. ഇനി അതിനും പറ്റില്ലെങ്കിൽ ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ടാണ് തടയേണ്ടത്. ഫദാലിക അളഅഫുൽ ഈമാൻ, അത് ഏറ്റവും ദുർബലമായ ഈമാൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു സൗണ്ട് ഉണ്ട്, നിങ്ങൾക്കത് പോസിറ്റീവായി കൈകാര്യം ചെയ്യാൻ പറ്റും, അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ആകാം. പിന്നെ നിങ്ങളെയും അവരെയും അറിയുന്ന
ഈ വിഷയം നിങ്ങൾക്ക് പങ്കുവെക്കാവുന്ന ആളുണ്ടാകും. ആ വ്യക്തിയോടൊന്ന് സംസാരിക്കുക, നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക, അനിയനെ വിളിച്ചു വരുത്തുക, അവനോട് സംസാരിക്കുക, നല്ല വൃത്തിയിൽ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ രണ്ടാൾക്കും പിരിയാൻ പറ്റും. ഈ പ്രണയങ്ങളൊക്കെ പിരിയാൻ പറ്റും സ്വസ്ഥമായിട്ട്. അത് എന്താ വെച്ചാൽ അത് കടന്നു വന്ന രീതി എന്താണ്, എങ്ങനെയാണെന്ന് കൃത്യമായി ഒരു മൂന്നാം കക്ഷിയുടെ മുമ്പിൽ പറയുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മനോഹരമായ ഐഡിയകളുണ്ട്. ഒരു കാലൊടിഞ്ഞാൽ ആ കാല് തിരിച്ച് പഴയ പോലെ ആക്കിയെടുക്കാനുള്ള കുറച്ച് നടപടിയില്ലേ, ആ നടപടി പോലെ തന്നെ ഈ പരസ്പരം ഇങ്ങനെ പിണങ്ങിക്കിടക്കണേ, കുടുങ്ങിക്കിടക്കണേ ഈ മനസ്സുകളങ്ങനെ എടുത്തിട്ട് വൃത്തിക്ക് ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യും, കഴിയും. അത് തീർച്ചയായും കഴിയും. അതിന് പക്ഷേ രണ്ടു ഭാഗത്തുള്ള ആളുകൾക്ക് മനസ്സ് വേണം. എന്നിട്ടൊക്കെ ക്ലിയറായിട്ട് അവർക്ക് പിന്നീട് ഇതൊരു വിവാഹത്തിലേക്കോ ബാക്കിയൊക്കെ ആലോചിക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടെങ്കിൽ ആകാം. അതല്ലാതെ പ്രണയത്തിൻ്റെ സമ്മർദ്ദ പോയിന്റിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരുപാട് ദുരന്തങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത്, ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഫൈനൽ ഇയറാണ്. അപ്പോൾ പഠനത്തിൻ്റേതായ ഭാരങ്ങൾ, പരീക്ഷകൾ, അങ്ങനത്തെ ചിന്തകൾക്കിടയിൽ ഇതും വലിയൊരു ബേഡനായി മനസ്സിലുണ്ട്. അപ്പോൾ ഒന്നും വാചകത്തുനിന്ന് മനസ്സിലാവണം, ഒന്നും ശരിക്കാണ് നടക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം കൂടി ലാസ്റ്റ് 4-ാമതായി എഴുതിയത്. മനസ്സിലെ ഭാരം ഇറക്കി വെക്കണമല്ലോ. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു വലിയ ദൗത്യം ചെയ്തല്ലോ, വാപ്പാനോടും ഉമ്മാനോടൊക്കെ പറഞ്ഞു. ഇനി അവർക്ക് വളരെ മൈൻഡ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ആ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചവർ മുന്നോട്ട് പോയാൽ മതി. അവരിതിൽ ടെൻഷനായി കണ്ട് അവരെ ഭാവി കളയണ്ട, എൻ്റെ ആവശ്യമില്ല. അവർക്ക് സാധ്യമാകണം എന്നൊക്കെ അവർ ചെയ്തു. ഇനി അലല്ലാ അതോടെ ഇറക്കി വെക്കുക, നിങ്ങളെ പഠനവും കോഴ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. യെസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഒരു പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രതികരണമായി പറഞ്ഞിട്ടുള്ളത്. അത് പ്രണയത്തിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് അതിലേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അകപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടാനുള്ള ഒരു കാരണമാകട്ടെ എന്നും ആശിക്കുകയാണ്. പ്രണയം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ക്ലോസായി ഇടപെട്ട് വളരെ ശക്തമായ ബന്ധമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് അത് ടോക്സിക്കാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ അനുഭവിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അത് പിന്മാറാനുള്ള ഒരു പ്രതിസന്ധി കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവർ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ അതിൻ്റെ മുമ്പ് തന്നെ അതിൽ നിന്ന് പിന്മാറി രക്ഷപ്പെട്ട് പോകാനാണ് പരിശ്രമിക്കേണ്ടത്. ആത്മാർത്ഥമായ ഒരു ആഗ്രഹം, ദീനിയായ ഒരു ജീവിതമാകണം എൻ്റേത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകണം എന്നൊരു താല്പര്യത്തോടു കൂടി തന്നെയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ സമാപിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.